വചനം 73 വാക്കർത്ഥം. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ദുരിബ വിവരിക്കപ്പെടുന്നു, വിവരിക്കപ്പെട്ടിരിക്കുന്നു, മസലുൻ ഒരു ഉപമ, ഉദാഹരണം, ഫസ്തമിഉ ആകയാൽ ചെവിക്കൊടുക്കുവിൻ, ശ്രദ്ധ കൊടുക്കുവിൻ, ലഹു അതിന്, അതിലേക്ക്, ഇന്നല്ലദീന നിശ്ചയമായും യാതൊരു കൂട്ടർ, തദ്ഊന നിങ്ങൾ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മിൻ ദൂനില്ലാഹി അല്ലാഹുവിനു പുറമെ, ലൈ യഖ്ലുഖു അവർ സൃഷ്ടിക്കുന്നതല്ല തന്നെ, ദുബാബൻ ഒരു ഈച്ചയെയും, വലവിജ്തമഉ അവർ ഒരുമിച്ചു കൂടിയാലും ശരി, ലഹു അതിന്, അതിനായി, വഇൻ യസ്ലുബുഹും അവരിൽ നിന്ന് തട്ടിയെടുക്കുന്നതായാൽ, അദ്ദുബാബു ഈച്ച, ഷൈഅൻ വല്ലതും, വല്ല വസ്തുവും, ലാ യസ്തൻഖിദൂഹു അതവർ വീണ്ടെടുക്കുകയില്ല, രക്ഷപ്പെടുത്തിയെടുക്കയില്ല, മിൻഹു അതിൻ്റെ പക്കൽ നിന്ന്, ദുഅഫ ബലഹീനം തന്നെ അഥവാ കഴിവില്ലാത്തത് തന്നെ, അത്വാലിബു അപേക്ഷകൻ, തേടുന്നവൻ, വൽ മത്ലൂബ് അപേക്ഷിക്കപ്പെടുന്നവനും തേടപ്പെടുന്ന വസ്തുവും. يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب. ഹേ മനുഷ്യരെ, ഒരു ഉപമ ഇതാ വിവരിക്കപ്പെടുന്നു, അതിലേക്ക് നിങ്ങൾ ചെവി കൊടുക്കുവിൻ. നിശ്ചയമായും അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു വരുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല തന്നെ. അതിനായി അവർ എല്ലാവരും ഒരുമിച്ചു കൂടിയാലും ശരി, ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുക്കുന്നതായാൽ അതിൻ്റെ പക്കൽ നിന്ന് അവരത് വീണ്ടെടുക്കുകയുമില്ല. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ബലഹീനൻ തന്നെ. വചനം 74 വാക്കർത്ഥം. മാ ഖദറു അവർ കൽപ്പിച്ചില്ല, കണക്കാക്കിയില്ല, വകവച്ചില്ല, അല്ലാഹുവിനെ ഹഖ്ഖ ഖദ്രിഹി അവൻ്റെ യഥാർത്ഥ നിലപാട്, അവനെ കണക്കാക്കേണ്ട യഥാർത്ഥ പ്രകാരം, അവന് കൽപ്പിക്കേണ്ട മുറപ്രകാരം. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലഖവിയ്യുൻ ശക്തൻ തന്നെ, അസീസ് പ്രതാപശാലിയും പ്രതാപശാലിയായ. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അല്ലാഹുവിന് അവന് കൽപ്പിക്കേണ്ടുന്ന യഥാർത്ഥ നിലപാട് അവർ കൽപ്പിച്ചില്ല. നിശ്ചയമായും അല്ലാഹു ശക്തനും പ്രതാപശാലിയും തന്നെയാണ്. 73, 74 വചനങ്ങളുടെ വിശദീകരണം. മനസ്സിലാക്കുവാൻ ഒട്ടും പ്രയാസമില്ലാത്ത വ്യക്തമായ ഒരു ഉപമ, നിത്യാനുഭവം സാക്ഷീകരിക്കുന്ന സ്പഷ്ടമായ ഒരു വസ്തുത, മനുഷ്യവർഗത്തെ ആകമാനം വിളിച്ചുണർത്തിക്കൊണ്ട് അല്ലാഹു അവരുടെ മുമ്പിൽ വെക്കുകയാണ്. അല്ലാഹുവിനു പുറമെ ജനങ്ങൾ ആരാധിക്കുകയോ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഏതൊരു ആരാധ്യ വസ്തുവിനും തന്നെ ഒരു നിസ്സാര കാര്യത്തിന് പോലും കഴിവില്ലെന്നും, ആകയാൽ അല്ലാഹു മാത്രമേ ആരാധ്യനും പ്രാർത്ഥിക്കപ്പെടുന്നവനും ആയിരിക്കുവാൻ നിവൃത്തിയുള്ളുവെന്നും ഇതുമൂലം സ്ഥാപിക്കുന്നു. വിഗ്രഹങ്ങളാകട്ടെ, മനുഷ്യവർഗത്തിലോ മറ്റോ ഉൾപ്പെട്ടവരാകട്ടെ, ആരാധ്യന്മാരായി സങ്കൽപ്പിക്കപ്പെടുന്ന എല്ലാവരും ഒത്തുചേർന്നു പരിശ്രമിക്കുകയും ആരാധകന്മാരെല്ലാം ഒന്നിച്ചു ചേർന്ന് അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ പോലും ഒരൊറ്റ ഈച്ചയെപ്പോലും അഥവാ ഏറ്റവും നിസ്സാരമായ ഒരു ജന്തുവെപ്പോലും സൃഷ്ടിക്കുവാൻ അവർക്ക് കഴിയുകയില്ലെന്ന് അല്ലാഹു ഖണ്ഡിതമായി പറഞ്ഞിരിക്കുകയാണ്. ഇതേവരെ അതിന് ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നതുപോലെ ഭാവിയിലും അത് കഴിയുകയില്ലെന്നാണ് ലൻ യഖ്ലുഖു അവർ സൃഷ്ടിക്കുന്നതേയല്ല എന്ന വാക്ക് സ്പഷ്ടമാക്കുന്നത്. ജീവന്റെ കാര്യം നിൽക്കട്ടെ, ഈച്ചയുടെ ശരീരം പോലും ശുദ്ധ ശൂന്യതയിൽ നിന്ന് നിർമ്മിക്കുവാൻ ആർക്കാണ് സാധിക്കുക? ജീവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്ന് നിലവിലുണ്ട് എന്നതിനപ്പുറം അതെന്താണ്,
എങ്ങനെയാണ് എന്നുപോലും മനുഷ്യന് സൂക്ഷ്മമായി അറിയുവാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു രഹസ്യമായിട്ടാണിരിക്കുന്നതും. മേലിലും അതങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഈച്ചയുടെ കാര്യം തന്നെ ഇതാണെങ്കിൽ ഒട്ടകത്തിൻ്റെയും ആനയുടെയും മറ്റും കഥ പറയുവാനുണ്ടോ? തുടർന്നുകൊണ്ട് വീണ്ടും ഒരടി മുന്നോട്ട് കടന്ന് ഖുർആൻ ഉറപ്പിച്ചു പറയുകയാണ്, സൃഷ്ടിക്കുന്ന കാര്യമിരിക്കട്ടെ, ആ നിസ്സാര ജീവി അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്തു കൊണ്ടുപോയാൽ അത് മടക്കി വാങ്ങുവാൻ പോലും അവർക്ക് സാധ്യമല്ലെന്ന്. വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും സംബന്ധിച്ച് മാത്രമല്ല, മറ്റാരെ സംബന്ധിച്ചുമുള്ള വിധിയും ഇതുതന്നെയാണ്. ബിംബങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന നിവേദ്യങ്ങളിൽ നിന്നോ അവയുടെ തലക്കുമീതെ ഒഴിക്കപ്പെടുന്ന നെയ്യ് മുതലായവയിൽ നിന്നോ ഈച്ച വല്ലതും തട്ടിക്കൊണ്ടുപോയാൽ അവക്ക് അത് തിരിച്ചു വാങ്ങുവാൻ സാധ്യമല്ലെന്നത് ആർക്കും അറിയാവുന്നതാണ്. എന്നാൽ ദൈവമായി സങ്കൽപ്പിക്കപ്പെടുന്നത് മനുഷ്യനോ മറ്റോ ആണെങ്കിലോ അതും വാസ്തവത്തിൽ അങ്ങനെ തന്നെ. മനുഷ്യന്റെ രക്തം കുടിച്ച അല്ലെങ്കിൽ അവനിൽ നിന്ന് മറ്റു വല്ലതും തട്ടിയെടുത്ത ഈച്ചയിൽ നിന്നോ കൊതുവിൽ നിന്നോ അതു വീണ്ടെടുക്കുവാൻ അവന് കഴിയുമോ? ഒരിക്കലുമില്ല. ഒരുപക്ഷെ അവൻ കുപിതനായി വല്ലപ്പോഴും ഈച്ചയെ പിടിച്ച് കൊന്നേക്കാം. എന്നാലും നഷ്ടപ്പെട്ടത് വീണ്ടെടുത്ത് യഥാസ്ഥാനത്ത് മടക്കി എത്തിക്കുക അസാധ്യം തന്നെയാണല്ലോ. ഈച്ച, കൊതുക്, ഉറുമ്പ് മുതലായ നിസ്സാര വസ്തുക്കളോട് പോലും പരാജയം സമ്മതിക്കേണ്ടി വരുന്നവരെ ആരാധിച്ചിട്ടെന്തു ഫലം? അവരോട് പ്രാർത്ഥിച്ചിട്ടെന്ത് പ്രയോജനം? തേടുന്നവനും തേടപ്പെടുന്നവനും അബലന്മാർ, ഇരുകൂട്ടരും ദുർബലന്മാർ. വാസ്തവം ഇതാണെങ്കിൽ, കഴിവുകളെല്ലാം അള്ളാഹുവിന് മാത്രമാണെങ്കിൽ പിന്നെ അവനല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുകയും അവയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ പരം വിഡ്ഢിത്തം മറ്റെന്താണുള്ളത്? പക്ഷേ ജനങ്ങൾ അള്ളാഹുവിന് കൽപ്പിക്കേണ്ടുന്ന നിലപാട് അവന് കൽപ്പിക്കുന്നില്ല. സംഗതി ഇത്രയും വ്യക്തമായിരുന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ ശക്തിയെയും പ്രതാപത്തെയും കുറിച്ച് ഗൗനിക്കുന്നുമില്ല. ഇതാണിതിന് കാരണം.